കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു, തൻ്റെ ജനത്തെ ആദരിച്ചു. വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം 2 അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനം എല്ലാ രീതിയിലും തകർന്നു. 1-ാം അധ്യായം നമ്മൾ ആരംഭ വാക്യങ്ങൾ പഠിക്കുമ്പോൾ പച്ചപ്പുഴ, വെട്ടിക്കിളി, തുള്ളൻ, വിട്ടിലെ ഇവയൊക്കെ തിന്നുകളഞ്ഞു, നന്മകളെ അനുഗ്രഹങ്ങളൊക്കെ തിന്നുകളഞ്ഞു. അവർ ശൂന്യമായി നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് യോവേൽ എന്ന പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഉപവാസം നിയമിപ്പിൻ, നിലവിളിക്കുവിൻ, കരയുവിൻ, പ്രാർത്ഥിക്കുവിൻ, ദൈവത്തോട് അടുക്കുവിൻ, ആലയത്തിൽ യാഗം മുടങ്ങിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് അവരെ സ്പിരിച്വലി ഒരു റിഫർമേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു മേഖല നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, നമ്മൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവത്തോടുള്ള അടുപ്പം വിട്ട് നമ്മൾ അകലുക എന്ന് പറയുന്ന ഇന്നൊരു കോമൺ ഫാക്റ്റായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിങ്കിലേക്ക് എങ്ങനെ നമുക്ക് തിരികെ വരാൻ കഴിയും? ദൈവത്തിൽ നിന്ന് അകന്ന് പ്രാർത്ഥന, ആരാധന, ഉപവാസം, വിശുദ്ധ ജീവിതം, ദൈവിക കൂട്ടായ്മകളിൽ നിന്ന് അകന്ന് ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയും, എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും? ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തോട് നിലവിളിച്ചാൽ, പാപബോധം വന്ന് ദൈവത്തോട് കരഞ്ഞാൽ, ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിങ്കിലേക്ക് നമുക്ക് തിരികെ വരാൻ കഴിയും. യോവേൽ പ്രവാചകൻ ആദ്യ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിലെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ദൈവം കരുണ കാണിക്കും, ദൈവം അനുദപിക്കും, വരുത്തുമെന്ന് പറഞ്ഞ് അനർത്ഥം വരുത്തുകയില്ല എന്ന് പറഞ്ഞ് യോവേൽ പ്രവാചകൻ ഇവരെ ഉപവാസത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു മേഖലയെ നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. സ്തോത്രം. പുരോഹിതന്മാർ ഒരുമിച്ച് വന്നു, ആലയത്തിൻ്റെ സ്തോത്രമല്ല പ്രാകാരത്തിൽ വന്ന് അവർ കരയാൻ തുടങ്ങി. നെടുമ്പാട വീണ് ദൈവത്തോട് കരഞ്ഞപ്പോൾ അവരുടെ കരച്ചിലിൻ്റെ മറുപടി എന്ന വണ്ണം ദൈവം പ്രൈസല സ്തോത്രം തൻ്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു. സ്തോത്രം. ഒന്ന്, ദൈവത്തിൻ്റെ ദേശമായ കനാന്, വാഗ്ദത്ത ദേശമായ ഇസ്രായേലിൻ്റെ പാർപ്പിട സ്ഥലമായ കനാനോട്, ദേശത്തോട് ദൈവം തീഷ്ണത കാണിച്ചു. 2, ദൈവം തൻ്റെ ജനത്തിൻ്റെ മുഖത്തെ ആദരിപ്പാൻ തക്കവണ്ണം ഇടവന്നു. 2 പ്രവൃത്തികൾ അവിടെ നടക്കുകയാണ്. അവർ ദൈവത്തിങ്കിലേക്ക് ആത്മീക കാഴ്ചപ്പാടോടെ വന്നപ്പോൾ, 1, ദൈവം അവരോട് തീഷ്ണത കാണിച്ചു. 2, സ്തോത്രം, ദൈവം തൻ്റെ ജനത്തെ ആദരിപ്പാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അവൻ നമ്മളെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ഈ ദിവസങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം അനുകൂലമായി ചലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോട് അടുക്കുവാൻ, ആരാധനയോട് അടുക്കുവാൻ, ഉപവാസത്തോട് അടുക്കുവാൻ അവിടുന്ന് കൃപ ചെയ്താലും ദൈവത്തിൻ്റെ ശക്തി ഈ നാളുകളിൽ പിന്നെയും അവിടുത്തെ മക്കളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഈ സന്ദേശം ആയിരങ്ങൾക്ക്, 10,000-ങ്ങൾക്ക് പ്രയോജനകരമായി മാറുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.